തെക്കി ബസാർ കക്കാട് റോഡിൽ കോർജാൻ സ്കൂളിൻ്റെ തൊട്ടടുത്ത് ഏകദേശം ഒരു 4 മണി 4:15 ഒരു ഗുഡ്സ് ഓട്ടോ വരും. അതൊരു സാധാരണ ഗുഡ്സ് ഓട്ടോ അല്ല, പള്ള നിറയ്ക്കാനുള്ള കുറേ ഐറ്റംസ് ഉണ്ടാവും മക്കളെ ആ ഗുഡ്സ് ഓട്ടോയിൽ. കെഫെ കുടുംബശ്രീ എന്ന ഈ സംരംഭം അറിയപ്പെടുന്നത്. ഈ ഉമ്മയാണ് ഇവിടുത്തെ മെയിൻ. ഉമ്മാന്റെ പേര് ഹാജിറ ഉമ്മ. സമയം ഏകദേശം ഒരു 4:15 ആയിട്ടേ ഉള്ളൂ. ഓട്ടോ എത്തിയിട്ട് ഒരു 5 മിനിറ്റേ ആയുള്ളൂ. കണ്ട അപ്പോഴേക്കും ആള് കൂടി. കായ്പോളുണ്ട്, പഴം നിറച്ചതുണ്ട്, കാടമുട്ടയുണ്ട്. സംഭവം ഇഡ്ലി മുട്ട. ഇഡ്ലി മുട്ടയുണ്ട്. ഓ ഓക്കെ ഓക്കെ. കോഴിമുട്ടേനെ ഇഡ്ലി തട്ടിലാക്കിയതല്ലേ. പിന്നെ കട്ട്ലറ്റും. കടികൾ ഓരോന്നായിട്ട് ഇങ്ങനെ നിരത്തിക്കൊണ്ടിരിക്കുക. ഇത് ബീഫ് കൽമാസ് ആണേ. ഒരു വാഴയിലയിൽ കുറച്ച് ഇടാം. വാഴയിലുണ്ടാവും ഇലയിൽ കുറച്ച് ഓരോന്ന് വെച്ചിട്ട് പരിപ്പുവടയൊക്കെ ഇവിടെ നിന്ന് ആക്കുക. പരിപ്പുവട, ബോണ്ട, പഴംപൊരി ഇവിടെ നിന്നാക്കും. ബാക്കിയൊക്കെ വീട്ടിൽ നിന്ന് ആക്കിയിട്ട് കൊണ്ടുവരും അല്ലേ. പരിപ്പുവട കൈകൊണ്ട് ഇങ്ങനെ പരത്തി പരത്തി ചൂടെണ്ണയിൽ ഇട്ടുകൊണ്ടിരിക്കണത് കണ്ടാ. അതിൻ്റെ ഇടയിൽ എൻ്റെ കൈ ഒന്ന് ചെറുതായിട്ട് പൊള്ളിയേ. പരിപ്പുവട പൊരിഞ്ഞു വരുന്നത് ക്ലോസപ്പ് എടുക്കാൻ നോക്കിയപ്പോഴാണ് കൈ പൊള്ളിയത്. അപ്പം എല്ലാ ഐറ്റവും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു കട്ടനും. സ്പെഷ്യൽ എന്താ ശരിക്കും ഇവിടുത്തെ? അതെപ്പോഴാ? ആ ചില്ലിൻകൂട്ടിലെ സ്പെഷ്യൽ കടികളല്ല സാറേ ഇവിടുത്തെ മെയിൻ. അതിനേക്കാളും സ്പെഷ്യലായിട്ടുള്ള വേറെയും കുറേ ഐറ്റംസ് ഉണ്ട് ഇവിടെ. കപ്പ ബിരിയാണി ഉണ്ട്, പുട്ട് ബിരിയാണി ഉണ്ട്, നെയ്പ്പത്തിൽ ബീഫ് ചിക്കൻ മിക്സ് ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമ്മളെ കട്ടനെത്തി. ഓരോ കടി വീതം ഒരു പ്ലേറ്റിലിട്ടിട്ട് എടുക്കാൻ പറഞ്ഞിട്ട് അതെത്തിയില്ലല്ലോ. അതും എത്തി. എത്തുന്നറിയാം, എന്നാലും വരുന്നത് വരെ ഒരു ടെൻഷനാണ് അല്ലേ. ഇവിടുത്തെ എല്ലാ കടികളും ഉണ്ട്. അല്ല, നേരത്തെ പരിപ്പടി ആക്കുന്നുണ്ടല്ലോ, അതില്ലല്ലോ ഇതിൻ്റെ അകത്ത്. അതിപ്പോൾ എത്തും, ഒന്നാവട്ടെ. പിന്നെ പഴംപൊരിയും ബോണ്ടിയും കൂടിയുണ്ട് ഇവിടെ. അത് ഞാൻ കഴിക്കണില്ല. ഇത് കിളിക്കൂട്. ഇത് കഴിച്ചിട്ടാണ് ഞാൻ തുടങ്ങിയത്. ചിക്കനാണ് ഇതിലെ ഫില്ലിങ്. ചിക്കനും സവാളയാണ് മെയിൻ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ആകെ ഒരു കുഴപ്പമേ തോന്നിയുള്ളൂ, ഇത് വീട്ടിൽ നിന്ന് ആക്കിയിട്ട് കൊണ്ടുവരുന്നത് കൊണ്ട് തന്നെ ചൂട് തീരെയില്ലായിരുന്നു. ഇത് പഴം നിറച്ചത്, ഒരു വലിയ നേന്ത്രപ്പഴം നെയ്യിലിട്ട് വാട്ടിയിട്ട് എന്നിട്ട് അതൊന്ന് കീറിയിട്ട് അതിൻ്റെ ഒത്ത നടുവിൽ നല്ല തേങ്ങാപ്പണ്ട നിറച്ചു കൊടുക്കും. അടിപൊളി. ചൂടില്ലാന്നുള്ള കംപ്ലൈൻറ്റ് ഇനി വേണ്ട. നല്ല തിളക്കണ എണ്ണയിൽ കിടന്ന് നീരാടിയിട്ട് ഇപ്പിങ് വന്നേ ഉള്ളൂ ഈ പരിപ്പുവട. ചൂടോടെ വെച്ചു. ആവശ്യത്തിന് പരിപ്പുണ്ട്, പിന്നെ നല്ല മല്ലിയിലടിയും കറിവേപ്പിലടിയും പച്ചമുളകിൻ്റെയും ഫ്ലേവർ. ആദ്യം കഴിച്ച 3 ഐറ്റത്തിൽ എൻ്റെ ഫേവറേറ്റ് ആ പരിപ്പുവട തന്നെയായിരുന്നു. ഇതാ ബീഫ് കൽമാസ്. ഈ കൽമാസിൻ്റെ കൂട്ടിൻ്റെ തിക്നെസ് ഒക്കെ പെർഫെക്റ്റാ. പിന്നെ ബീഫിൻ്റെ ഫില്ലിങ്ങും നന്നായിട്ടുണ്ട്. ഇതെന്താ ഐറ്റം എന്ന് മനസ്സിലായ? ഇതാണ് കായ്പോള. ഇതിനു മുൻപ് ഒരുപാട് തവണയൊന്നും ഞാൻ ഈ ഐറ്റം കഴിച്ചിട്ടില്ല. 2-3 തവണയേ കഴിച്ചിട്ടുള്ളൂ. നല്ല കായ്പോളയുണ്ട്. ഇനി നെക്സ്റ്റ് ഐറ്റം കട്ട്ലേറ്റ്. ചിക്കൻ കട്ട്ലേറ്റ്. സവാളയും ഉരുളക്കിഴങ്ങൊക്കെ വന്ന ഫില്ലിംഗ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ അത് ചിക്കൻ കട്ട്ലേറ്റ് ആയിരുന്നു. നിർഭാഗ്യവശാൽ എനിക്ക് ചിക്കൻ കിട്ടിയില്ല. ഇത് കാടമുട്ടയുടെ പുറത്ത് വന്ന ആ മസാല നല്ല ടേസ്റ്റി ആയിരുന്നു. ഇത് ഇഡ്ലിമുട്ട. ഇഡ്ലി തട്ടിൽ മുട്ട ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് ഇഡ്ലിമുട്ട. എന്നിട്ട് അതിൻ്റെ മേലെ മുളകിൻ്റെ ഒരു മസാലയും. ഇത് ചിക്കൻ ഉണ്ടപ്പുട്ട്. ഫില്ലിങ്ങിനെ കുറ്റം പറയാൻ മാത്രമൊന്നുമില്ല, നല്ല ടേസ്റ്റി ആയിരുന്നു. പക്ഷേ ക്വാണ്ടിറ്റി തീരില്ലായിരുന്നു. ഇവിടുന്ന് ഇതുവരെ കഴിച്ചതിൽ വെച്ച് എൻ്റെ ഫേവറേറ്റ് ആ പരിപ്പുവട തന്നെയായിരുന്നു. ചില്ലും കൂട്ടിലെ കടികളെല്ലാം കഴിച്ച സ്ഥിതിക്ക് ഇതും കൂടി ട്രൈ ചെയ്തേക്കാം. നല്ല ബീഫ് കറി ഒരു കടായിലോട്ട് ഒഴിച്ചിട്ട് അതിലോട്ട് ഒരു 2 കഷ്ണം പുട്ട് ഇങ്ങനെ പൊടിച്ച് ചേർക്കും. ഇനി അതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് എന്നിട്ടൊരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യും. പരിപാടി ഏകദേശം കഴിഞ്ഞു കേട്ടോ. അവസാനം അതൊരു പ്ലേറ്റിലോട്ട് തട്ടും. എന്നിട്ട് മേലെ കുറച്ച് സവാളയൊക്കെ ഇട്ടിട്ട് നമ്മുടെ കൈകളിലോട്ട് ഏൽപ്പിക്കും. പിന്നെ നമ്മുടെ ജോലിയാണ്. ആ സ്പൂൺ ഉപയോഗിച്ച് പുട്ടും ബീഫും സവാളയും ഒന്ന് മിക്സ് ചെയ്തിട്ട് കോരി ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് നല്ല സൂപ്പർ ടെൻഡർ ബീഫ് വരുന്നു. പിന്നെ ആ ഗ്രേവിയും അടിപൊളി. ഒരു കാര്യം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബീഫിൽ എല്ലിൻ്റെ ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള പീസുമായിരുന്നു. വേറെ എന്താപ്പാ, ഒന്നുമില്ലല്ലോ. അപ്പം ശരി.